ഹലോ ഗൈസ്, ഇന്ന് 2026 ജനുവരി 1, അതായത് ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എൻ്റെ 2025 ലൈഫ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ലൈഫായിരുന്നു. അതിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ നിമിഷങ്ങൾ ഉണ്ടായ ഒരു വർഷം കൂടെയാണ് 2025 എന്ന് പറയുന്നത്. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിലും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു വർഷമാണ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഓരോ വർഷങ്ങളും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ നമ്മൾ ചേഞ്ച് ആവുക, ഓരോ വർഷവും പുതിയ അനുഭവങ്ങളായിട്ടെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ നൈറ്റ് ഉറങ്ങി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 11 ഒക്കെ ആയി. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ എഴുന്നേക്കുന്നത്. ചായ കുടിച്ചു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിക്കുള്ളതും രാവിലെ പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഉച്ചയൊക്കെ ആവാറായി. എങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് കഴിക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെയിലി മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. ഇന്ന് എനിക്ക് ഓഫീസില്ല. ഇന്ന് ഞങ്ങൾക്ക് ന്യൂ ഇയർ പ്രമാണിച്ച് സാർ ലീവ് തന്നുകൊണ്ട് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഇന്ന് ഡെയിലി മൈ ലൈഫായിട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത് ചെയ്യാം. അപ്പോൾ കുക്കിങ്ങിലൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മുട്ടക്കറി ഉണ്ടാക്കാനാണ് പ്ലാൻ. പക്ഷേ ഇത്ര നേരമായിട്ട് ഉച്ചക്കത്തേക്കൂടെ ഇത് തന്നെ ആക്കാന്ന് ഓർക്കുന്നു. അതുകൊണ്ട് ചേര ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വണ്ടി പോകുന്നൊക്കെ സൗണ്ട് കാണും. അത് ഈ ബിൽഡിങ് റോഡ് സൈഡിൻ്റെ അടുത്താണ്. അപ്പം അതുകൊണ്ട് നല്ലപോലെ വണ്ടിയുടെ നോയ്സ് ഉണ്ടാവും. നോയ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെയ്ത് ക്ഷമിക്കുക അതിൻ്റെ അടുത്ത്. അപ്പൊ ഇന്ന് ഒരു ഈസി കുക്കിംഗ് ആണ് പരിപാടി. സമയമില്ല. പിന്നെ രാവിലെ ഇപ്പോഴെ എഴുന്നേറ്റ് അതിൻ്റെതായ നല്ല ഇതുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ ജീവനില്ലാത്ത പോലെയാണ്. സാരമില്ല. നിങ്ങളെ എനിക്കറിയില്ലേ. ചൂടായി നമുക്കിനി കടുക് ഇടാം. ഈ കറി ഒന്ന് തിളയ്ക്കുന്ന ടൈമുണ്ട്. ടൈം ആദ്യം നമുക്ക് അപ്പോഴത്തേക്ക് അപ്പം ഉണ്ടാക്കാം. ഏറ്റവും വലിയ സത്യം എന്താന്ന് വെച്ചാൽ ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് അപ്പം ഉണ്ടാകുന്നത്. സാധാരണ ഓഫീസിൽ പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ ഓട്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് സമയം കിട്ടിയതുകൊണ്ടാണ് ബാറ്റർ പൊടി വാങ്ങിച്ചിട്ട് കലക്കി ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് എത്രയും ശരിയാവും എന്നറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം. ശരിയായ ഫുഡ് ഇല്ലെങ്കിൽ കറി ആയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് പൊടി നമുക്ക് 2 നേരത്തേക്ക് വേണ്ടത് ആയതുകൊണ്ട് ഇത്രയും മതി. അപ്പം നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഫുഡ് ഉണ്ടാക്കി ഇപ്പൊ എനിക്കൊന്നൊരു 12 ഒക്കെ ആയി. ഉച്ചക്കത്തെ ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ കുക്കറി ഷോ തന്നെയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ചോദിച്ചു നോക്കി കൊള്ളാവോ ഇല്ലയോ എന്ന് പറയട്ടെ. കൊള്ളാം.
ഇന്ന് റൈസ് ഉണ്ടാക്കാൻ പോവാണേ. നമുക്ക് കലം വെക്കാം, കലം വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ബിരിയാണി പലതരം റൈസ് സെപ്പറേറ്റ് വെച്ചത്, അപ്പോൾ എഗ് സെപ്പറേറ്റ്. നമുക്ക് റെഡിയായി ജീരക വെള്ളം ഉണ്ടാക്കിയായിരുന്നു, അത് നമുക്ക് കഴിക്കാം. സാലഡ് ഇങ്ങനെ എടുക്കാം, കുറച്ചിങ്ങനെ എടുക്കാം, ഇവിടെ ഇച്ചിരി ഗ്രേവിയുടെ ചാർക്ക, ഒരു കഷ്ണം നമുക്ക് മുട്ട ഇങ്ങനെ എടുക്കുക, കുറച്ച് അച്ചാറെടുക്കുക, ഇതിനെ തുക്കുക, എടുത്തിട്ട് നമ്മള് ഹോസ്റ്റലിലേക്ക് നിൽക്കാം. വളരെ വലിയ കാര്യങ്ങളാണ്, ഇതിന് എഫേർട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മടി പിടിച്ച് കടന്നു കഴിഞ്ഞാൽ റീൽസ് നോക്കി കടന്നു കഴിഞ്ഞാൽ സമയത്ത് കുട്ടികൾ കഴിക്കാൻ പറ്റില്ല. ലേറ്റ് ആയിട്ട് എന്തെങ്കിലും അവധിയായിട്ടാണ് ലേറ്റ് ആയിട്ട് എഴുതുന്നത്. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാം, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു മൂഡ് നല്ലൊരു ഫീലാണ് കേട്ടോ. എൻജോയ് ചെയ്യാം. ഓക്കെ, കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് പോകുന്ന വഴിക്കുള്ളതൊക്കെ കാണിക്കാം. പിന്നെ പോത്തീസി വരെ പോവാൻ സാരി എടുക്കണം, അത്രേ ഉള്ളൂ. പോത്തീസി പോയി സാരി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. അടുത്ത് തന്നെയാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഈ ടാസൽസ് ഒക്കെ ഭംഗിയാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു. ഇപ്പം എനിക്ക് ആവശ്യമുള്ള സാരി വാങ്ങുമായിരുന്നു, സാരി വാങ്ങി. പിന്നെ മല്ലിപ്പൊടി, ഈസ്റ്റ് സാധനമൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യാനായിരുന്നു. പോത്തീസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് അതൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ നടന്ന അവസാനം കാലിന് വേദനയാണ്. അതേ കഴിക്കാം, എൻ്റെ കാലുവേദനയും പക്ഷേ ഇവിടെ റെസ്റ്റ് എടുക്കാം. എന്തെങ്കിലും ഞമ്മലും തോന്നിയില്ല. വീട്ടിൽ പോയി കിടന്നു അത്രയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാം, റൂമിൽ പോകാം. ഓക്കെ.